വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഹോം ടൂറാണ് കേട്ടോ. നമ്മുടെ പുതിയ വീഡിയോ വെച്ചിട്ട് എല്ലാവരും ചോദിച്ചിരുന്നത് നമ്മൾ എന്തുകൊണ്ടോ ഹോം ടൂർ ഇട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഹോം ടൂറാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് കയറി വരുന്നത് തന്നെ നമ്മളൊരു ഇവിടെ ഞാൻ അമ്മൂമ്മ ഇരിക്കുന്നുണ്ട്. അപ്പോൾ കയറി വരുന്നത് നമ്മൾ ഇതാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ ഒരു ഭാഗം. ഞാനത് മുഴുവൻ ഇടാം, മഴയാണ്. അപ്പോൾ കയറി വരുന്നത് നമ്മൾ നേരെ ഇതാണ് നമ്മുടെ ഡോറ് വന്നിട്ട് ഇതാണ് കേട്ടോ. ഇത് തേക്കാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡോറ്. നമ്മുടെ ടൈല് ഇതാണൊരു നമ്മളൊരു ഗ്രീൻ, അതുപോലെ തന്നെ അതൊരു ഗ്രീൻ ഒരു തീമിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ പഴയ സോഫയാണ്, എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പഴയ സോഫയാണ് കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ ടി വി യൂണിറ്റ് അതൊക്കെ ഫ്രണ്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മൾ ഏറ്റവും കുഴപ്പമില്ലാത്ത രീതിയിൽ, റേറ്റ് കുറഞ്ഞ രീതിയിൽ ഇങ്ങനെ ചെയ്യാന്നുള്ള രീതിയിലാണ് നമ്മളൊക്കെ ചെയ്തത്. അതാണ് അപ്പോൾ നമ്മുടെ ടി വി യൂണിറ്റ് ആയിട്ട് വരുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ ഹാള്, ശരിക്കും പറഞ്ഞാൽ ഹാള്. അത് കഴിഞ്ഞ് ഇങ്ങനെ നേരെ കയറി വരുന്നത് അവിടെ ഒരു ഇതുണ്ട് കേട്ടോ. വേറെ ഫോട്ടോ കാര്യങ്ങളൊന്നും നമ്മൾ വെച്ചിട്ടില്ല. അപ്പോൾ നേരെ കയറി വരുന്നത് ഡൈനിങ്ങിലേക്കാണ്. ഇതാണ് നമ്മുടെ ഡൈനിങ് ടേബിൾ. അത് കഴിഞ്ഞ് നമ്മൾ ഓപ്പൺ കിച്ചൺ ആക്കാനാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായത്. നമ്മുടെ പൈസ കമ്മി ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ അധികങ്ങളായിട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാണ് എൻ്റെ കിച്ചൺ ടൂർ. ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് പിൻ ചെയ്തിട്ടിടാം. ഇതാണ് കിച്ചണിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ വർക്ക് ഏരിയയിലേക്കാണ് കേട്ടോ. വർക്ക് ഏരിയ ഇതാണ് നമ്മുടെ വർക്ക് ഏരിയ. ഇവിടെ ഒരു അടുപ്പുണ്ട്, അതുപോലെ നമ്മുടെ പ്യൂരിഫയർ ഉണ്ട് കേട്ടോ. ഇത്രയാണ് നമ്മുടെ വർക്ക് ഏരിയയിൽ വരുന്നത്. പിന്നെ നമ്മുടെ എല്ലാം ഒരു ഗ്രീൻ ഒരു തീമാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഡോറും അതുപോലെ ഒരു പിസ്ത ഗ്രീനും, അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക അങ്ങനത്തെ ഒരു ഗ്രീൻ മിൻറ്റ് ലെമൺ എന്നൊക്കെ പറയില്ലേ. പിന്നെ നമ്മൾ കിച്ചണിൽ കൊടുത്തിട്ടുള്ള വോളിൽ ഇങ്ങനത്തെ ഒരു ഗോൾഡൻ വൈറ്റ് കൈൻഡ് ഓഫ് ടൈലാണ്, ആ ഒരു കളർ വരുന്ന ടൈലാണ് നമ്മൾ കിച്ചൺ വോളിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ലൈറ്റ് വെറുതെ കൊടുത്തിട്ടുള്ളത് നമ്മൾ അങ്ങനെ. പിന്നെ ഇത് നമ്മുടെ ടി വി യൂണിറ്റിൻ്റെ ബാക്ക് സൈഡാണ് നമ്മുടെ ഡൈനിങ് വരുന്നത്. പിന്നെ ഈ ഒരു മൂലയ്ക്കായിട്ട് നമ്മൾ ഇത് വാങ്ങിയതാണ് കേട്ടോ, നമ്മുടെ ഈ ഒരു വാഷ് ബേസിൻ വരുന്നത്. അതെ, ഇവിടെ നമ്മൾ ഈ ഒരു പൂവൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഇങ്ങോട്ടൊരു ഏരിയ ഉണ്ട്, അവൻ്റെ കളിപ്പാട്ടം വെച്ചേക്കുന്ന ഒരു ഏരിയയാണ്. നമ്മൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, വീട്ടിൽ താമസമായി തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ പിന്നെ നമ്മളൊക്കെ ശരിയാക്കി വരുന്നേ ഉള്ളൂ. പിന്നെ ഇവിടെ തന്നെ ഈ അമ്മൂമ്മേൻ്റെ റൂമാണിത്, റൂം. ഇവിടെ നമ്മൾ അമ്മൂമ്മയ്ക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി ഈ ഒരു സംഭവം ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അമ്മൂമ്മേൻ്റെ പഴയ സാധനങ്ങളും എല്ലാം നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട്. ബാത്റൂം ഇതാണ് അമ്മൂമ്മേൻ്റെ ബാത്റൂമായിട്ട് വരുന്നത്. ലൈറ്റ് നമ്മളിങ്ങനെ എല്ലായിടത്തും ഇങ്ങനത്തെ കളറ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതായത് ഒറ്റ കളറ്. ഇവിടെ ഈ ഒരു പീക്കോ കളറാണെങ്കിൽ മറ്റൊരു റൂമിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇതാണ്, അതായത് ഗ്രീനാണ്. അങ്ങനെയാണ് നമ്മൾ കൊടുത്തിട്ട് പോന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ നമ്മൾ ഇവിടെ ഒരു മുറിയുണ്ട്. പക്ഷെ നമ്മൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് നമ്മൾ സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള കാരണം നമ്മൾ ഇവിടെ ഫുള്ള് തുണി വലിച്ച് വാരി അങ്ങനെ നിരത്തിയിട്ടൊക്കെ. അതുകൊണ്ടാണ് അമ്മൂമ്മേൻ്റെ മുറി പോലത്തെ നോർമൽ റൂം, അത്രയേ ഉള്ളൂ കേട്ടോ അത്. പിന്നെ നമ്മൾ കോണിപ്പടിയിൽ കൊടുത്തിട്ടുള്ളത് ഇങ്ങനത്തെ, അതായത് നമ്മുടെ ഈ നിലത്തിൻ്റെ ടൈലുണ്ടല്ലോ അത് തന്നെ ഈ സൈഡിലും, പിന്നെ വുഡ് ആൻഡ് ടൈല് അത് നമ്മൾ മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഗ്രീൻ തന്നെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഞാൻ നല്ലൊരു ഇത് കൊടുത്തു. അവിടെ ലൈറ്റ് ഉണ്ട് കേട്ടോ, ചവിട്ടിൽ ലൈറ്റ് ഉണ്ട്. ഇതിലെ ശരിക്കും ഭംഗി രാത്രിയെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ, അതാണ് കാര്യം. അപ്പം ഇവിടെ ചെടികളൊക്കെ വെച്ച് അലങ്കരിക്കണം. നമ്മളിപ്പോൾ വെറുതെ താമസമാക്കിയിട്ടേ ഉള്ളൂ നമ്മളെ. അപ്പോൾ ഞാനങ്ങനെ ഇട്ടുവെന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ സംഭവം നേരെ ഇങ്ങോട്ട് കയറി ചെല്ലുകയാണെങ്കിൽ ഇവിടെ ഒരു ഇങ്ങനത്തെ ഒരു ഏരിയ, ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട്. ഞാൻ അതൊക്കെ വെച്ചതാണ്. ഇപ്പോൾ തൽക്കാലം ഇവിടെ 2 കുപ്പി കിട്ടാനുണ്ട്, അപ്പോൾ അത് വെക്കണം. പിന്നെ നമ്മുടെ മുകളിലത്തെ ഹാള് ഇത്രയ്ക്കുള്ളൂ, നമുക്കറിയാം. അപ്പോൾ നമ്മൾ സാധനങ്ങളൊന്നുമില്ല. അതുപോലെ നേരെ ഇങ്ങോട്ട് തിരിയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മുറിയാണ് കേട്ടോ ഉള്ളത്. ഈ മുറി നമ്മൾ ഡ്രസ്സ് ഇങ്ങനെ തൂക്കിയിട്ടൊക്കെയാണ്, ബിക്കോസ് നമ്മൾ ഇവിടെ താമസം തുടങ്ങിയിട്ടില്ലല്ലോ, അതുകൊണ്ട്. പിന്നെ നമ്മുടെ ഇപ്പുറത്തേക്ക് പോകണമെങ്കിൽ നമ്മുടെ ഓപ്പൺ ബാൽക്കണി, നല്ല മഴയാണ്. അതുപോലെ തന്നെ നല്ല മഴയാണ് കേട്ടോ ഗൈസ്. ഇവിടെ നമ്മുടെ ബാൽക്കണിയാണ്.
പക്ഷെ അവിടെ പോളികാർബണേറ്റ് വെക്കുന്ന ചേട്ടന്മാരെ വിളിച്ചിട്ട് ഇതുവരെ വന്നിട്ടില്ല. അതാണ് ഇപ്പോൾ അവിടെ മഴ നനഞ്ഞുകൊണ്ടിരിക്കലാണ്. ആ സ്ട്രക്ചർ അടിച്ചു വെച്ചു. അപ്പോൾ ഫുള്ള് കഴിഞ്ഞിട്ട് ഫുൾ പണിയെല്ലാം കഴിഞ്ഞു. ബാക്കിയെല്ലാം ഞാൻ മറ്റൊരു വീഡിയോയിൽ കാണിച്ചു തരുന്നതാണ് കേട്ടോ. അതായത് ഇവിടെ ഇങ്ങനെ നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഒതുക്കി വെച്ചിട്ടുള്ള വീഡിയോ കേട്ടോ. സാധനങ്ങളൊക്കെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ ഒരുപാടുണ്ട്. അതൊക്കെ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം നല്ലൊരു ഹോം ടൂർ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ബൈ.